this is something that anyone can do and everyone can do. In the sense, if you put in the work, if you are determined, if you don't waste your time, if you have the right strategy, anyone can do this. The UPSC will try to eliminate the maximum amount of people that can be eliminated. So, വളരെ tricky ആയിട്ടുള്ള സ്റ്റേജിലാണ് നിങ്ങൾ തുടങ്ങുന്നത്. അത് പ്രിലിം സ്റ്റേജാണ്. For example, last time, if I'm not mistaken, the cutoff was somewhere around 92. So, 200 മാർക്കാണ് എന്ന് നോക്കുമ്പോൾ 180 മാർക്കെങ്കിലും കിട്ടിയാൽ മാത്രമേ ക്ലിയർ ചെയ്ത് പോകുള്ളൂ. അങ്ങനെയല്ല. UPSC doesn't work that way. What kind of a person are you? Are you fit for the services? Are you fit to serve this country? 90% ആളുകളും കണ്ടുവരുന്ന ഒരു ട്രേറ്റ് എന്ന് പറഞ്ഞാൽ they only mind their own business. And the business is to clear the examination. Examination is their business. അവിടെ അപ്സും ഉണ്ടാവും, ലോസും ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. നിങ്ങൾ വീട് നിങ്ങൾ എണീക്കണം. നിങ്ങൾ എഴുന്നേറ്റില്ലെങ്കിൽ അതുവഴി അങ്ങ് പോകണം. തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഒരു പെസിമിസ്റ്റിക് ആറ്റിറ്റ്യൂഡ് വെക്കരുത്. എന്നെ കൊണ്ട് കഴിയുമോ, ഞാൻ ഒരു പാവമാണ്. അതാണ് എന്ത് പാവം? See, what determines that you're a പാവം? If you work on yourself, if you work on what has to be done, take it from me, results will follow you. There's no doubt about that. സോ നമുക്ക് എന്തായാലും ഇനി അടുത്ത സെഷനിലേക്ക് കടത്താം. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ള സെഷൻ സൈലേഷ് സാറുമായിട്ടുള്ള, അതല്ലെങ്കിൽ ഫോർച്യൂൺ IAS അക്കാഡമിയുടെ നേതൃത്വത്തിൽ സൈലേഷ് സാറും അഖിൽ വി മേനോനും നടത്തുന്നൊരു ഇൻട്രാക്ഷനാണ്. സോ എന്തായാലും ഞാൻ അവരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. താങ്ക് യു. അനന്തൻ അല്ലേ, അതല്ലേ പേര്? അല്ല, എനിക്ക് ആകെ അറിയാവുന്ന ചാർവാക് മഹർഷി എന്നാണ് പുള്ളിയുടെ പേര്. സോ യു ആർ കൈൻഡ് ഓഫ് trying to find out who he was. Anyways, thank you, Ananda. Thanks, Akhil, for sharing the stage for me. Good morning. Come on, man. Ee prayathil njan otteki innondu mic on through, but still, if I can give you this stronger good morning, you have to give me a stronger good morning. Morning. That's good. That's better. Thank you for coming down, actually. മഴയാണ് അത്യാവശ്യം. രജിസ്ട്രേഷൻ കഴിഞ്ഞാണെങ്കിലും മഴയത്തൊക്കെ ഇവിടെ എത്തിച്ചേർന്നതിന് താങ്ക് യു so very much. My name is Sylesh Fernandez, and I'm the academic director of Fortune IAS Academy. Okay, and I'm here to help you out with the overall way in this examination works. ഇപ്പോൾ ഒരുപാട് മിക്സ്ഡ് ആയിട്ടുള്ള ഓഡിയൻസ് ആണ് ഇവിടെ ഇരിക്കുന്നതെന്നാണ് ഞാൻ അറിയുന്നത്. കുറച്ച് അല്ലെങ്കിൽ ഒരുപാട് പേര് ഇതുവരെയും പ്രിലിംസ് പോലും അറ്റംപ്റ്റ് ചെയ്തിട്ടില്ല. കുറച്ച് പേര് പ്രിലിംസും എഴുതി മെയിൻസും എഴുതിയിരിക്കുന്നവരാണ്. സോ തുടങ്ങുന്നവർ, അതായത് എന്താണ് ഈ എക്സാമിനേഷൻ, ക്യാൻ ഐ ഡു ഇറ്റ് എന്ന് ചിന്തിച്ചുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്നവർക്ക് വേണ്ടിയായിരിക്കും ഞാൻ ആക്ച്വലി സംസാരിക്കുന്നത്. ഇൻ ദ സെൻസ്, ഞാൻ ആ ബേസിൽ നിന്ന് തുടങ്ങും. ഒരു ഓവറോൾ ഐഡിയ തരുള്ളൂ, പേടിക്കേണ്ട, ബോറടിപ്പിക്കില്ല. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം, അല്ലെങ്കിൽ അഖിലിനോട് ചോദിക്കാം. ഓക്കെ, ടോപ്പേഴ്സിനോട് ചോദിക്കാം. അങ്ങനെ പോരെ. ആൻഡ് ഐ വോണ്ട് ദിസ് സെഷൻ ടു ബി ഇൻട്രാക്റ്റീവ്. ഓക്കെ, ഒരു വൺ വേ ആയി നിന്നിരുന്നു കഴിഞ്ഞാൽ ഒരു സുഖം ഉണ്ടാവില്ല. So I'll keep it short and simple, and then you can ask questions, okay? And feel free to ask questions, right? All right. So about the examination, we'll come down to Fortune a bit later. About the examination, it's some examination that can be cleared by everyone, actually speaking. In the sense, നിങ്ങൾക്ക് ക്ലിയർ ചെയ്യണോ, എന്നെ കൊണ്ട് പറ്റുമോ എന്ന് ഒരു ചിന്തയുണ്ടെങ്കിൽ ആ ചിന്ത അങ്ങ് മാറ്റി വെച്ചോളൂ, എല്ലാവരെ കൊണ്ടും പറ്റും. Anyone can do this. ഞാൻ ഇത് വെച്ച് തുടങ്ങാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ വേറൊന്നും കൊണ്ടുമല്ല, എൻ്റെ ജേർണി തുടങ്ങുന്ന ഇങ്ങനത്തെ ഒരു ഡയലോഗിൽ നിന്നാണ്. ആക്ച്വലി ഐ വാസ് നോട്ട് എ വെരി സ്റ്റുഡിയസ് പേഴ്സൺ. ഇൻഫാക്ട് എൻ്റെ മാർക്സ് ഇവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, എൻ്റെ ഡിഗ്രിക്കും മാസ്റ്റേഴ്സിനും ഉണ്ടായിരുന്നു. ബട്ട് ദെൻ ദാറ്റ് വൺ ഡയലോഗ് ദാറ്റ് കെയിം ഫ്രം എ ടോപ്പർ ഫ്രം 2005, ദാറ്റ്സ് ആക്ച്വലി സംതിങ് ദാറ്റ് കിക്ക് സ്റ്റാർട്ട് മൈ ജേർണി. I might not have achieved what I wanted to, but then the very process started with that one dialogue. Okay, and the dialogue came from a certain person called Shyam Sundar IPS. Pulli Kerala കാഡറാണ്. കേരള കാഡറല്ല, ആക്ച്വലി സ്പീക്കിംഗ് പുള്ളി ആന്ധ്ര കാഡറാണ്, പക്ഷേ ഇവിടെ കേരളത്തിനുണ്ടെന്ന് തോന്നുന്നു. ശ്യാം സുന്ദർ IPS, ഐ ഗെസ് ഹീസ് ദി IG ഓഫ് പോലീസ് നൗ. ഓക്കെ, പുള്ളി 2005 കാര്യവട്ടത്ത് വന്ന്, ഞാൻ അവിടെ എൻ്റെ മാസ്റ്റേഴ്സ് ചെയ്തേ. പുള്ളി വന്നിരുന്നിട്ട് അങ്ങ് തുടങ്ങി. പുള്ളി പറഞ്ഞു, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇൻഫാക്ട് പുള്ളിയല്ല പറഞ്ഞ, പുള്ളിക്കാരനെ ഇൻവൈറ്റ് ചെയ്യുന്നതിന് മുൻപ് ഒരുപാട് കാര്യങ്ങൾ അവിടെ പറയപ്പെട്ടു പുള്ളിയെക്കുറിച്ച്. ആൻഡ് ദെൻ ഹി കെയിം ഓൺ ആൻഡ് ഹി സെഡ്, യു നോ വാട്ട്, ദിസ് ഇസ് സംതിങ് ദാറ്റ് എനിവൺ ക്യാൻ ഡു ആൻഡ് എവ്രിവൺ ക്യാൻ ഡു. ഇൻ ദ സെൻസ്, if you put in the work, if you are determined, if you don't waste your time, if you have the right strategy, anyone can do this. Our otta dialogue on actually speaking, okay, if anyone can do it, I can also do it. അവിടുന്നാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ആ ഒരു ജേർണി തുടങ്ങുന്നത്. സോ ഒരു പക്ഷേ ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പേര് അങ്ങനത്തെ ഒരു സ്റ്റേജിൽ നിൽക്കുന്നവരായിരിക്കും. ഡിഗ്രി ചെയ്യുന്നവരുണ്ടാവും, PG ചെയ്യുന്നവരുണ്ടാവും, റൈറ്റ്?
So if at all you have a doubt like that in your mind, whether I can do it, can I do this? Is it possible by me? The answer is plain and simple, absolutely yes, you can do that. Because my journey started like that. Okay, I'm sure that journey of Akhil and Dilip and a lot of toppers actually started with that one answer that they might have reached, that I can do it. Okay. Now, regarding the examination, this is a 3-stage examination which starts with prelims. Full detail overall idea. Okay. That's why you can doubt specific. So first stage in the prelim stage. This is an elimination stage. The UPSC will try to eliminate the maximum amount of people that can be eliminated. So elimination stage is a very important stage, very tricky stage. Pala toppers no choice avru this stage on the kadannu kitti kayinjal oru pakshe nalla rank kittiyekkum alleki service lengi keran pattiyekkum ennu parayunna orupaadu toppers ne enikku ariyam. Okay, so വളരെ tricky ആയിട്ടുള്ള സ്റ്റേജിലാണ് നിങ്ങൾ തുടങ്ങുന്നത്. അത് പ്രിലിം സ്റ്റേജാണ്. പ്രിലിം സ്റ്റേജിൽ actually you'll have to clear 2 papers. Okay, one is a qualifying paper, which is paper 2, which is popularly or rather unpopularly now called as CSAT paper. കഴിഞ്ഞ 2-3 കൊല്ലങ്ങളായിട്ട് കുറച്ച് പ്രശ്നമാണ് ആ പേപ്പർ, but then fine, you can come up. And the first paper, so first paper CSAT paper ആണ്. പിന്നുള്ളൊരു പേപ്പർ എന്ന് പറയുന്നത് ഡിസൈഡിങ് പേപ്പറാണ്. നിങ്ങളുടെ കട്ട് ഓഫ് നിർണ്ണയിക്കപ്പെടുന്ന ആ പേപ്പറിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് GS1 ആണ്, General Studies paper. So prelim stage il 2 papers are GS1 and GS2. GS1 what is GS? GS means General Studies paper 1. Okay, and the second paper happens to be General Studies paper 2, which is popularly called as Civil Service Aptitude Test, CSAT. These 2 papers are first stage. And already പറഞ്ഞു കഴിഞ്ഞു രണ്ടാമത്തെ പേപ്പർ അവിടെ നമുക്ക് തുടങ്ങാം, which is a CSAT paper. It's a qualifying paper. That means you have to qualify that paper, right? ആ പേപ്പറിന് നിങ്ങൾക്ക് കിട്ടുന്ന മാർക്സ് നിങ്ങൾ പ്രിലിംസ് ക്ലിയർ ചെയ്യുന്നുണ്ടോ എന്ന് ഡിസൈഡ് ചെയ്യുന്നില്ല. Okay, it won't help you or it won't help anyone clear the examination, but you have to qualify that paper. That's paper 2. And paper 1 is the deciding paper. അവിടെയാണ് ശരിക്കും നിങ്ങളുടെ കട്ട് ഓഫ്, ആ കട്ട് ഓഫിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ പ്രിലിംസ് ക്ലിയർ ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്ന് തീരുമാനിക്കപ്പെടുന്നത്. ഓക്കെ, അതാണ് ജനറൽ സ്റ്റഡീസ് പേപ്പർ. ജനറൽ സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ ഒട്ടുമിക്ക ഒരുപാട് സബ്ജക്ട്സ് ഉള്ളൊരു പേപ്പറാണ്. യു മൈറ്റ് ബി നോയിങ് ഇറ്റ്, മെനി ഓഫ് യു മൈറ്റ് ബി നോയിങ് ഇറ്റ്. ഹിസ്റ്ററി ഉണ്ട്, പോളിറ്റി ഉണ്ട്. ആൻഡ് വാട്ട്സ് പോളിറ്റി? പോളിറ്റി ഈസ് നത്തിങ് ബട്ട് സ്റ്റഡി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. സോ ഹിസ്റ്ററി ഉണ്ട്, പോളിറ്റി ഉണ്ട്, ജോഗ്രഫി ഉണ്ട്, എക്കോളജി എൻവയോൺമെൻറ്റ് ഉണ്ട്, ആൻഡ് കറണ്ട് അഫയേഴ്സ്. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ പേപ്പേഴ്സ്, കുറേ സബ്ജക്ട്സ് ഉള്ളൊരു പേപ്പറാണ് GS1 അല്ലെങ്കിൽ ജനറൽ സ്റ്റഡീസ് പേപ്പർ 1, റൈറ്റ്? GS2 ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു, വിച്ച് ഇസ് CSAT. അതിൽ മെൻ്റൽ എബിലിറ്റി ഉണ്ട്, കോംപ്രിഹെൻഷൻ ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവർ നോക്കുന്നത്. സോ ഈച്ച് പേപ്പർ 2 മണിക്കൂറത്തെ പേപ്പറാണ്. ഓക്കെ, GS1 ആൻഡ് GS2. GS1 200 മാർക്സ് പേപ്പർ, GS2 അങ്ങനെ തന്നെയാണ്. ബട്ട് GS1 200 മാർക്സ് പേപ്പർ, 100 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങളെ ആ പേപ്പറിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുക. Okay, each question would carry 2 marks. That means a 200 mark paper, that is GS1, right? And our paper ninge etra kittunno, that would decide how or whether you get through. For example, last time, if I'm not mistaken, the cutoff was somewhere around 92. So 200 mark aanu ennu nokkumbo 180 മാർക്കിലും കിട്ടിയാൽ മാത്രമേ ക്ലിയർ ചെയ്തു പോകുള്ളൂ. അങ്ങനെയല്ല, UPSC doesn't work that way. ഒരുപാട് പേർക്കുള്ള മിഥ്യാധാരണ അതാണ്. 200 ആണെങ്കിൽ പ്രിലിംസ് ക്ലിയർ ചെയ്ത് പോകണമെങ്കിൽ മിനിമം ഒരു 190 എങ്കിലും വേണം. അത്രയും കിട്ടില്ല. നിങ്ങൾ തലകുത്തി നിന്ന് പഠിച്ചാൽ അത്രയും കിട്ടില്ല. അതിൻ്റെ ആവശ്യമില്ല നിങ്ങൾക്ക്. സോ ലാസ്റ്റ് ടൈം, ഇഫ് ഐ ആം നോട്ട് മിസ്റ്റേക്കൻ, ദ കട്ട് ഓഫ് സംവെയർ അറൗണ്ട് 92.1 or whatever. സോ കട്ട് ഓഫ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ യു ആർ ത്രൂ ആൻഡ് യു ആർ എലിജിബിൾ ടു റൈറ്റ് മെയിൻസ്. ഈ പേപ്പറിൻ്റെ മാർക്സാണ് ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്, ഈ പേപ്പറിൻ്റെ മാർക്സ് മാത്രമാണ് ഡിസൈഡിങ് ഫാക്ടറായിട്ട് വരുന്നത്. ആൻഡ് ദെൻ you go on to the next paper, which is also a 200 marks paper, but ഇവിടെ 80 questions മാത്രമേ ഉള്ളൂ, each carrying 2.5 marks. Okay, അത് qualifying paper ആണ്. If you qualify that paper, you're through. So that happens to be the first stage of your examination, which is a tricky stage, but then very much doable. And then you move on to the main stage, wherein you have a lot of papers actually. 4 GS papers തന്നെയുണ്ട് മെയിൻസിന്. General Studies paper, each carrying 250 marks. GS1, 2, 3 and 4.
General studies, again, GS 1, 2, 3, and 4. So GS 1 would include all those subjects, history, society, art and culture. അങ്ങനെയുള്ള areas ആണ് GS 1-ൽ വരുന്നത്. 250 marks ആണ് GS 1. GS 2 എന്ന് പറയുന്നത്, again, it's a paper which would have governance in it, constitution, international relations. ഇതെല്ലാം കൂടെ ഉൾപ്പെടുന്ന ഒരു പേപ്പറാണ് GS 2. Again, 250 marks. GS 3, economics, disaster management, Indian economy for that matter, disaster management, internal security. ഇതെല്ലാം കൂടെ ചേരുന്ന ഒരു പേപ്പറാണ് GS 3. Again, 250 marks. And then finally, you have a very crucial paper which called ethics and integrity. Integrity and aptitude. Ethics, popularly known as ethics paper. Again, 250 marks paper. അപ്പോൾ 4 papers ഉണ്ട് 250 marks. Every paper carries that mark. So that would go into 1000 marks. അത് കൂടാതെ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റേജ്, ഓർ റാദർ എ പേപ്പർ ഓർ an ഓപ്ഷണൽ പേപ്പർ, നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഓപ്ഷണൽ സബ്ജക്റ്റ്. അതാണ് അടുത്ത പേപ്പേഴ്സ് വരുന്നത്. അത് GS ഓപ്ഷൻ പേപ്പറിനെ തന്നെ രണ്ടായിട്ട് മാറ്റിയിട്ടുണ്ട്. 250 marks each. Optional paper 1, 250 marks. Optional paper 2, 250 marks. Okay? And you have to be very, very careful when it comes to choosing this optional paper. Right? അപ്പോൾ 2 പേപ്പേഴ്സ് ആണ്, അതുകൊണ്ട് 500 marks ആണ്. So you already have GS 1, 2, 3 and 4, each carrying 250 marks, which makes it 1000 plus 500 marks for your options. So optional paper തന്നെ, optional paper 1 ഉണ്ട്, 2 ഉണ്ട്. And then you have an essay paper, which again goes into 250 marks. So ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഇത്രയും പേപ്പേഴ്സ് ആണ് നിങ്ങൾ മെയിൻസ് ക്ലിയർ ചെയ്യുമോ ഇല്ലയോ എന്ന് ഡിസൈഡ് ചെയ്യുന്ന പേപ്പേഴ്സ്. So I repeat, GS 1, 2, 3 and 4 all carrying 250 marks each. And then you have an optional, again two papers with 250 marks each, and then an essay which is like for 250. So this would decide whether you're clear your mains or not. And more importantly, പല ആളുകൾക്കുള്ളൊരു ഫീലിംഗ് എന്ന് പറഞ്ഞാൽ, ഓക്കെ ഫൈൻ, പ്രിലിംസ് കഴിഞ്ഞു, മെയിൻസ് കഴിഞ്ഞു, ഇനി ഇൻ്റർവ്യൂ. പ്രിലിംസും മെയിൻസും കഴിഞ്ഞല്ലോ, ഇനി ഇൻ്റർവ്യൂ മാത്രമേ ഉള്ളൂ. ഇൻ്റർവ്യൂവിന് എത്ര മാർക്ക് കിട്ടുന്നോ ദാറ്റ് വിൽ ഡിസൈഡ് വെദർ യു ആർ റാങ്ക് 1, 2, 3 or 4. അങ്ങനെയല്ല, നിങ്ങളുടെ മെയിൻസിൻ്റെ മാർക്സും ഇൻ്റർവ്യൂവിൻ്റെ മാർക്സും കൂടെ കൂട്ടിയിട്ടാണ് നിങ്ങളുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരുന്നത്. Which means that your mains paper or your score or whatever score that you get for mains is very, very important when it comes to your selection, your final selection. All right? പലർക്കും പേഴ്സണാലിറ്റി ടെസ്റ്റിനെ കുറിച്ച് മാത്രമേ ഒരു ഐഡിയ ഉണ്ടായിരിക്കുകയുള്ളൂ, പക്ഷേ അത് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ഇതിവിടെ പറയുന്നത്. ഓൾറൈറ്റ്? ഇതുകൂടാതെ മെയിൻ സ്റ്റേജിൽ തന്നെ 2 ക്വാളിഫയിങ് പേപ്പേഴ്സും കൂടെ ഉണ്ട്, അത് ക്വാളിഫൈ ചെയ്യണം. One would be English qualifying paper. The second one would be an Indian language, most probably Malayalam, or if people are not very fine with Malayalam, then Hindi or Tamil or whatever. So an Indian language paper and an English paper, apart from all those general studies paper, but these 2 papers would be qualifying. So this sets up your mains stage. And once you clear the mains, then you go on, or you would be called for your personality test, or popularly called interview, which again is not the sole deciding factor. വീണ്ടും പറയുന്നു, മെയിൻസിന് കിട്ടുന്ന മാർക്സും പേഴ്സണാലിറ്റി ടെസ്റ്റിന് കിട്ടുന്ന മാർക്സും തമ്മിൽ ഒരുമിച്ചാണ് നിങ്ങളുടെ റാങ്ക് നിർണ്ണയിക്കപ്പെടുന്നത്. സോ പേഴ്സണാലിറ്റി ടെസ്റ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, ബട്ട് ഡോണ്ട് യു തിങ്ക് ദാറ്റ് ദാറ്റ്സ് ദി ഓൺലി തിങ് ദാറ്റ് യു ഹാവ് ടു ക്ലിയർ വൺസ് യു ആർ ഡൺ വിത്ത് മെയിൻസ്. അങ്ങനെയല്ല. ഓക്കെ? സോ ഒബ്വിയസ്ലി തേർഡ് സ്റ്റേജിനെ കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ദാറ്റ് ഈസ് ദ പേഴ്സണാലിറ്റി ടെസ്റ്റ് ഓർ ഇൻ്റർവ്യൂ. 275 മാർക്സിലാണ് പേഴ്സണാലിറ്റി ടെസ്റ്റ് നടക്കുന്നത്. അതിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുന്നോ, ഇതിൽ വളരെ നല്ല മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ സർവീസിൽ ഉണ്ടാകെ മീൻസ് ലിസ്റ്റിലേക്ക് വരില്ല എന്ന് വിചാരിച്ച ആൾ ലിസ്റ്റിലേക്ക് വരാൻ പോകുന്ന പേഴ്സണാലിറ്റി ടെസ്റ്റിന് വളരെ നല്ല മാർക്ക് കിട്ടിയിട്ടാണ്. അല്ല, ലിസ്റ്റിൽ എന്തായാലും വരും. മെയിൻസ് അത്യാവശ്യം നല്ല പോലെ പോയി മാർക്സ് ഉണ്ടായിരുന്നു. എന്നാൽ പേഴ്സണാലിറ്റി ടെസ്റ്റിന് വളരെ നല്ലൊരു മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ റാങ്ക് ഡ്രാസ്റ്റിക്കലി ഇമ്പ്രൂവ് ചെയ്യും. ഇപ്പോൾ പേഴ്സണാലിറ്റി ടെസ്റ്റിൽ ഇപ്പോൾ ഈ വർഷം പറയാതിരിക്കാൻ വയ്യ, കിരൺ PB നമ്മുടെ തന്നെ സ്റ്റുഡൻ്റാണ്. കിരൺ PB 100th റാങ്ക്. പുള്ളിക്കാരന് 206 മാർക്കാണ് കിട്ടിയത്. ഔട്ട് ഓഫ് 275 ഹി ഗോട്ട് 206. പലരും ചിന്തിക്കും, അയ്യ അത് കുറവല്ലേ, 276 250 കിട്ടണ്ടേ? അതിവിടെ വർക്ക് ചെയ്യില്ല. So if you have got somewhere around 206 out of 275, you're the all India topper, which means those are very good marks. Okay, in fact you're the joint topper, I guess. Right? So these are the 3 stages that we have before you end up in the list, before you or your name is recommended by the UPSC to the government. ഇത്രയും പറയാൻ ഉദ്ദേശിക്കുന്നു. ഐ വോണ്ട് ടു കീപ്പ് ഇറ്റ് സിമ്പിൾ ആൻഡ് ഷോർട്ട്. കാരണം ഫുൾ ഡീറ്റെയിൽസിൽ നിങ്ങളെ വിളിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ നിന്ന് ഉറങ്ങും. ഐ ഡോണ്ട് വോണ്ട് ദാറ്റ് ഹാപ്പനിങ്. റൈറ്റ്? സോ ഐ ഹോപ്പ്
things are clear. വളരെ ബേസിക് ആയിട്ടുള്ള ഐഡിയ ബാക്കി നമ്മുടെ ബ്രോഷേഴ്സും ഉണ്ടായിരിക്കും. സോ വൺസ് അഗൈൻ ഒരു ഓവറോൾ വ്യൂ എന്ന് പറയുന്നത് പ്രിലിം സ്റ്റേജ്, ഫസ്റ്റ് സ്റ്റേജ്, 2 papers. ഒന്ന് ജനറൽ സ്റ്റഡീസ് 1, obviously general studies 2 is the other paper. General studies 1 എന്ന് പറഞ്ഞാൽ all those subjects which you might have heard about, history, geography, polity, study of the constitution, so on and so forth, which is the deciding paper. ആ പേപ്പറിൽ കിട്ടുന്ന മാർക്സ് അനുസരിച്ചാണ് നിങ്ങൾ പ്രിലിംസ് ക്ലിയർ ചെയ്തോ ഇല്ലയോ എന്ന് യഥാർത്ഥത്തിൽ തീരുമാനിക്കപ്പെടുന്ന, പ്രൊവൈഡഡ് you have cleared your CSAT paper, which is GS2 qualifying ആണ്. പിന്നെ മെയിൻസിന് വരുമ്പോൾ ജനറൽ സ്റ്റഡീസിന് തന്നെ 4 പേപ്പേഴ്സാണ്, ഈച്ച് ക്യാരിങ് 250 marks. അതുകൂടാതെ 500 മാർക്കിൻ്റെ ഒരു ഓപ്ഷണൽ പേപ്പറും കൂടെ ഉണ്ട്, വിച്ച് ഇസ് അഗൈൻ ഡിവൈഡഡ് ഇൻ ടു ലൈക്ക് ഓപ്ഷൻ 1 ആൻഡ് ഓപ്ഷൻ 2. പിന്നെ essay again for 250 marks, and then the qualifying papers of English and an Indian language. Once you are through with the cut-off, മെയിൻസിനുണ്ടൊരു cut-off, അത് ഇംഗ്ലീഷും ഇന്ത്യൻ ലാംഗ്വേജും മാറ്റി നിർത്തി കഴിഞ്ഞാൽ ജനറൽ സ്റ്റഡീസിന് മാത്രം മെയിൻസിന് കിട്ടുന്നതിൻ്റെ ഒരു cut-off ഉണ്ട്. ഐ ഗെസ് ലാസ്റ്റ് ടൈം ഇറ്റ് വാസ് ലൈക്ക് സംവെയർ അറൗണ്ട് 960, സോറി, ഓർ ലാസ്റ്റ് ഇയർ 944 ഐ ഗെസ്. ഇപ്പോൾ ഏകദേശം ആ ലെവലിൽ കിട്ടിക്കഴിഞ്ഞാൽ യു ക്ലിയർ, ആൻഡ് ദെൻ യു ഗെറ്റ് എ കോൾ ഫോർ യുവർ പേഴ്സണാലിറ്റി ടെസ്റ്റ്, വെൻ യു വിൽ ഹാവ് ടു ഷോ ദം വാട്ട് യുവർ പേഴ്സണാലിറ്റി ഈസ്. പേഴ്സണാലിറ്റി ടെസ്റ്റ് കൊണ്ട് ആക്ച്വലി സ്പീക്കിംഗ് പലരുടെ വിചാരം എന്ന് പറഞ്ഞാൽ ഓക്കെ കുറേ ഇരുന്ന് കുത്തിയിരുന്ന് വായിക്കണം, പഠിക്കണം. സോറി, അടുപ്പിച്ചു, ഓക്കെ, സോറി, ഇങ്ങോട്ട്, ഓൾറൈറ്റ്. സോ കുത്തിയിരുന്ന് കുറേ പഠിച്ചാൽ, GS പഠിച്ചാൽ, അല്ലെങ്കിൽ കാര്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ നല്ല മാർക്ക് ഇൻ്റർവ്യൂവിന് കിട്ടും എന്ന് ഒരു ഫീലിംഗ് പലർക്കും ഉണ്ട്. അതുകൊണ്ട് അതിന് പ്രിപ്പയർ ചെയ്യണം ഡെഫിനറ്റ്ലി. പക്ഷേ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണാലിറ്റി എന്താണ്. What kind of a person are you? Are you fit for the services? Are you fit to serve this country? ഇതും കൂടെ ശരിക്കും അവർ നോക്കുന്നുണ്ട്. ഇത് പലർക്കും മനസ്സിലാവുന്നില്ല. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഹോബീസ് എന്താണെന്നുള്ള കാര്യം നിങ്ങളുടെ ഡീറ്റെയിൽസിൽ കൊടുക്കണം. അപ്പോൾ എന്തിനാണ് നിങ്ങളുടെ ഹോബീസ് എന്താണെന്ന് അവർ ടെസ്റ്റ് ചെയ്യുന്നത്. They just want to see what kind of a person you are, or how do you spend your time when you're not working or when you're not studying. ഇപ്പോൾ ഹോബീസിലൂടെ ആ ഹോബീസുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒരുപക്ഷെ വന്നേക്കാം. അങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസിന് നിങ്ങൾ കൊടുക്കുന്ന ആൻസർ വഴി നിങ്ങൾ എന്താണ് പേഴ്സൺ എന്ന് മനസ്സിലാക്കാൻ കൂടി അവർ നോക്കുന്നുണ്ട്. അതുകൂടാതെ വേറെ മറ്റൊരുപാട് ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കും. നിങ്ങൾ കൊടുക്കുന്ന റെസ്പോൺസസ്, നിങ്ങൾ കൊടുക്കുന്ന ആൻസേഴ്സ്, അതിനെ അടിസ്ഥാനമാക്കി അവർക്ക് മനസ്സിലാവും. They'll get a fair idea of what kind of a person you are. That's actually what's a test when it comes to the personality test. ഇവിടെയാണ് പലർക്കും ബുദ്ധിമുട്ട് വരുന്നത്. കാരണം a lot of people are very studious, വളരെ സ്റ്റുഡിയസ് ആയിട്ട് പഠിച്ച് തലകുത്തി നിന്ന് പഠിച്ച് ടെസ്റ്റിന് വിളിക്കും, ഇൻ്റർവ്യൂ കോൾ കിട്ടും. പക്ഷേ സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ആൾ ഭയങ്കര നല്ലതായിരിക്കും, പക്ഷേ ഞാൻ എന്താണെന്നുള്ള കാര്യം മറ്റുള്ളവരെ അറിയിക്കുന്ന എങ്ങനെയാണ്? ബൈ എക്സ്പ്രസിങ് യുവർ സെൽഫ്, വിച്ച് മെനി പീപ്പിൾ കാൺട്ട് ആക്ച്വലി സ്പീക്കിംഗ്. മെനി പീപ്പിൾ കാൺട്ട് എക്സ്പ്രസ് ദംസെൽസ് വെൻ ദേ ഷുഡ് നോ ദാറ്റ് ദേ ആർ ദി ഓൺലി വൺസ് ഹു ക്യാൻ എക്സ്പ്രസ് ദംസെൽസ്. നമ്മൾ ആരാണെന്നുള്ള കാര്യം ബാക്കിയുള്ളവരെ അറിയിച്ചു കൊടുക്കുന്നത് നമ്മൾ എക്സ്പ്രസ് ചെയ്യുമ്പോഴാണ്. അത് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ, വളരെ മീക്കായിട്ടിരുന്നു കഴിഞ്ഞാൽ, അയ്യോ ഞാൻ പാവമാണ്, ഞാൻ സോഫ്റ്റ് സ്പോക്കൻ ആണ് എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാകാതെ നിങ്ങൾ ആരാണെന്നുള്ള കാര്യം. പണ്ടൊക്കെ മോക്ക് ഇൻ്റർവ്യൂസിന് പോകുമ്പോൾ മുനി വുഡ് അഗ്രി വിത്ത് മീ, മോക്ക് ഇൻ്റർവ്യൂസ്, മോഡൽ ഇൻ്റർവ്യൂസിന് പല ഇൻസ്റ്റിറ്റ്യൂട്ട്സിലും പോകുമ്പോൾ, ഇവിടെ അല്ല ഡൽഹിയിൽ, അവർ പറയും താഴ്ന്നു വരും, കൂടുതൽ കോൺഫിഡൻസ് കാണിക്കാതെ, നിങ്ങൾ വളരെ അഗ്രസീവ് ആകാതെ, നിങ്ങൾ കുറച്ചുകൂടെ മീക്കായിട്ടിരിക്കൂ, വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടിരിക്കൂ എന്ന് പറഞ്ഞു തരുമായിരുന്നു. പണ്ടത്തെ കാര്യം ഞാൻ പറയും. അവിടെ പോവും, നാച്ചുറലി അഗ്രസീവ് എന്ന് പറയില്ല, നാച്ചുറലി കോൺഫിഡൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തി മീക്കാവും, മാർക്ക് പോവും. അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ, see, I'm taking the liberty of saying that because he has said this in many places actually. Many of you might be aware of a person or an IPS officer called Satish Bino. അറിയാവുന്നറിയില്ല, but his wife is a lot more popular actually. അജിത ബേഗം മാം. ഈ പുള്ളിക്കാരത്തെക്കുറിച്ച് ഒരുപക്ഷെ കുറച്ചു പേർക്ക് കൂടെ അറിയായിരിക്കും. ഇപ്പോൾ പുള്ളിക്കാരത്തിൻ്റെ ഹസ്ബൻഡാണ് സതീഷ്. എ വെരി കോൺഫിഡൻറ്റ് ബൈ. എൻ്റെ കൂടെ ഇരുന്ന് ഒരേ ക്ലാസ്സിൽ പഠിച്ചു, ക്ലിയർ ചെയ്ത് പോയി, ഗുഡ്. 105ാമത്തെ റാങ്ക് ആയിരുന്നു. ഐ സ്റ്റിൽ റിമെമ്പർ ദാറ്റ് റാങ്ക്. സോ ഹീസ് എ വെരി കോൺഫിഡൻറ്റ് ഗൈ. പേഴ്സണാലിറ്റി ടെസ്റ്റിന് പോയി. ഇൻഫാക്ട് പേഴ്സണാലിറ്റി ടെസ്റ്റിന് പോകുന്നതിന് മുൻപ് പല ഇൻസ്റ്റിറ്റ്യൂട്ട്സിലും പോയി. വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഉത്തരങ്ങൾ ഈ സതീഷ് കൊടുക്കുന്ന കണ്ടിട്ട് ചില ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സാറന്മാർ പറഞ്ഞ് മെലോ ഡൗൺ യാർ, അപ്പം നീച്ചേ രഖോ യാർ, താഴെ വാ, കുറച്ചുകൂടെ പ്രസൻറ്റബിൾ ആകുക. ഇങ്ങനെ കോൺഫിഡൻ്റ് ആയിട്ടിരുന്നിട്ട് എന്താ കാര്യം? കോൺഫിഡൻ്റ് ആയിക്കോളൂ, പക്ഷേ ഒരു പ്രത്യേക രീതിയിൽ കോൺഫിഡൻ്റ് ആയിക്കോളൂ. ഇങ്ങനെയുള്ള കുറേ ഉപദേശങ്ങൾ അദ്ദേഹത്തിന് കിട്ടി.
റിട്ടൺ മാർക്സ് വെച്ച് പിന്നീട് മാർക്സ് ഒക്കെ വരുന്ന പിന്നീടാണ് എത്ര മാർക്സ് നിങ്ങൾക്ക് റിട്ടണിന് കിട്ടി, മെയിൻസിന് എത്ര കിട്ടി, കാരണം അത് ഡിസൈഡിങ് ഫാക്ടറാണ്, ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സോ മെയിൻസിന് എത്ര കിട്ടി എന്നുള്ള കാര്യമൊക്കെ പിന്നീടാണ് വരുന്നത്, നമുക്ക് പിന്നീട് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ റിസൾട്ടൊക്കെ എല്ലാം വന്നു കഴിഞ്ഞ് നമുക്ക് മനസ്സിലായ ഒരു കാര്യം, മെയിൻസിന് പുള്ളിക്ക് അസാധ്യ മാർക്സ് ആയിരുന്നു. ജനറൽ സ്റ്റഡീസിനൊക്കെ പറഞ്ഞാൽ നിയർ ടോപ്പറായിരുന്നു. ഇൻ്റർവ്യൂവിന് 140 മാർക്ക്. അന്ന് ദിസ് വാസ് ലൈക്ക് ഇൻ 2007-08. അന്ന് ഇൻ്റർവ്യൂ 300 മാർക്കിലാണ്. പുള്ളിക്കാരന് കിട്ടിയത് 140. നോ ഇൻഫാക്ട് ഈവൻ ലെസർ ദൻ ദാറ്റ്. അപ്പോൾ ഞങ്ങൾ തന്നെ സംസാരിച്ചു, നിനക്ക് എന്ത് പറ്റി, നീ ഭയങ്കര കോൺഫിഡൻറ്റ് മനുഷ്യനല്ലേ, ഇത്രയും മാർക്സ് നിനക്ക് മെയിൻസിനുണ്ടായിരുന്നു. അത് പിന്നീട് അറിയാൻ പറ്റുള്ളൂ. എന്നിരുന്നാലും അത്യാവശ്യം കോൺഫിഡൻ്റ് ആയിട്ട് മെയിൻസ് എഴുതിയ വ്യക്തിയാണ് നീ. അത് കഴിഞ്ഞ് നീ ഇൻ്റർവ്യൂവിന് പോയി 140-നേക്കാളും കുറച്ച് മാർക്സ് കിട്ടാനുള്ള പേഴ്സണാലിറ്റി അല്ലല്ലോ സതീഷ് എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞൊരു കാര്യമാണ്, അത് വേറൊന്നും കൊണ്ടല്ല, എനിക്ക് ഞാനായിട്ട് മുന്നോട്ട് അല്ലെങ്കിൽ ഞാനായിട്ട് ഇരിക്കാനോ ഞാനായിട്ട് സംസാരിക്കാനോ ഞാൻ എന്താണെന്നുള്ള കാര്യം അവരെ മനസ്സിലാക്കി കൊടുക്കാനോ പറ്റിയില്ല. കാര്യം എന്താണ്, ഞാൻ ആരാണെന്നുള്ള കാര്യം ഇങ്ങനെ മനസ്സിലാക്കി വരുമ്പോഴാണ് ഏതോ സാർ എനിക്ക് പറഞ്ഞു തന്ന കാര്യം എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഞാൻ പതുക്കെ അങ്ങ് മെല്ലോ ഡൗൺ ആവും. പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ എൻ്റെ നാച്ചുറൽ ഏരിയസിൽ ക്വസ്റ്റ്യൻ വന്നു. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ക്രിക്കറ്റ് നിങ്ങളുടെ ഏരിയ ആണ്, ക്രിക്കറ്റ് നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് വിചാരിക്കും. ഇപ്പോൾ ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ യു വിൽ ഫീൽ വെരി കോൺഫിഡൻറ്റ്. ഓക്കെ, ഇത് ഞാൻ പൊളിച്ചെടുക്കും. സോ ട്രിവാൻഡ്രം സ്ലാങ് എന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇത് ഞാൻ എന്തായാലും ഈ ആൻസർ ഞാൻ തരാൻ പോകുമെന്ന് പറയും. അവനത് പറഞ്ഞു തുടങ്ങുന്ന സമയത്തായിരിക്കും പുള്ളിക്കാരന് മറ്റേ ആ കണ്ടീഷനിങ് വരുന്നത്. അത് താഴെ വാ കുറച്ചുകൂടെ പ്രസൻറ്റബിൾ ആകും. അപ്പോൾ എന്ത് ചെയ്യും, പുള്ളി അങ്ങ് സോർ ചെയ്ത് കയറും, പിന്നെ താഴോട്ട് വരും, പിന്നെ വീണ്ടും കയറും, പിന്നെ താഴോട്ട് പോകും. എന്തായി, 140-നേക്കാൾ കുറച്ച് മാർക്സ്. പറഞ്ഞു വരുന്ന പോയിൻറ്റ്, നിങ്ങളുടെ പേഴ്സണാലിറ്റി എന്താണോ എന്ന കാര്യം ബാക്കിയുള്ളവർക്ക് മനസ്സിലാകണമെങ്കിൽ എക്സ്പ്രസ് ചെയ്യണം. എന്ന് പറഞ്ഞ് ഓവർ അഗ്രസീവ് ആണോ എന്നല്ല ഞാൻ പറയുന്നത്. ചെന്ന് കയറി ഉടനെ കസേരയൊക്കെ വലിച്ചിട്ട് ആരോടും ചോദിക്കാതെ കയറി അങ്ങ് വന്നിരുന്നു, അതല്ല ഉദ്ദേശിക്കും. ബട്ട് യു ഹാവ് ടു ഷോ ദം ഹൂ യു ആർ. ദാറ്റ്സ് എസെൻഷ്യലി വാട്ട്സ് കോൾഡ് പേഴ്സണാലിറ്റി ടെസ്റ്റ്. സോ ഇഫ് യു ഗെറ്റ് ഗുഡ് മാർക്സ് ഓവർ ദ ആൻഡ് ഇഫ് യു ഹാവ് ഗോട്ട് ഗുഡ് മാർക്സ് ഇൻ മെയിൻസ് ദെൻ യു എൻഡ് അപ്പ് ഇൻ ദ ലിസ്റ്റ്. പിന്നെ അറിയാലോ പിന്നെ എന്താ സംഭവിക്കുന്നുള്ള കാര്യം ഇവർ പറയും. പ്രത്യേകിച്ച് ദിലീപ് പറയും, ബിക്കോസ് ഈസ് ഈ ഓൾ കേരള ടോപ്പർ. സോ ലൈഫ് എങ്ങനെ ഓവർനൈറ്റ് ചേഞ്ച് ചെയ്യുന്നുള്ള കാര്യം ഇവർക്ക് എല്ലാവർക്കും അറിയാം. സോ ദേ വിൽ സ്പീക്ക് ടു യു അബൌട്ട് ദാറ്റ്. പക്ഷേ അവിടെ ഒരു എത്തണമെങ്കിൽ യു ആർ ഓൾ അലോൺ. ഇൻ ദ സെൻസ് ഓൾ അലോൺ എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് ഞാൻ ബാറ്റിൽസ് ഫൈറ്റ് ചെയ്യുന്നു, ഞാൻ വീഴുന്നു, അങ്ങനെയല്ല. സി ഇഫ് യു ഹാവ് എ ഗുഡ് ടീം യു ക്യാൻ ഹാവ് എ ഗുഡ് ടീം. ഇപ്പോൾ അഖിലും ശ്രീകുമാർ എനിക്ക് തോന്നുന്നു 12:30 കൂടെ വരും. He secured the 192nd rank this time. Probably he'll improve and he'll end up in the IFS. I guess he wants to get into the IFS. So ഇവരൊരു ടീമായിരുന്നു. 66th റാങ്ക് കിട്ടിയ അഖിലും 192nd റാങ്ക് കിട്ടിയ ശ്രീകുമാറും. ഞാൻ ഇങ്ങനെ കാണിച്ചു എന്ന് മാത്രം, ഇതുവഴിയായിരിക്കും വരുന്നത്, അതുകൊണ്ട് ഞാൻ കാണിച്ചു എന്ന് മാത്രം. സോ the point is, if you have a good team you can crack it, or if you want to work alone you can still do it, but you have to be disciplined. ഓക്കെ, ആരംഭ ശൂരത്വം കഴിഞ്ഞ് 2-3 മാസം കഴിയുമ്പോഴത്തേന് എന്നെ കൊണ്ട് കഴിയുന്നതല്ല, അല്ലെങ്കിൽ ഞാൻ പഠിക്കുന്നുണ്ട്, കുറച്ച് കാര്യങ്ങൾ ഞാൻ വേറെ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പണിയാണ്. ഈ കാര്യം ഞാൻ സാധാരണ ക്ലാസ്സുകളിൽ മാത്രമേ പറയാറുള്ളൂ. എൻ്റെ ക്ലാസ്സിൽ നിന്ന് 1-2 പേരെ ഞാൻ ഇന്ന് കണ്ടായിരുന്നു. അപ്പോൾ അവർക്കറിയാമായിരിക്കും ഈ കാര്യം. പക്ഷേ ഇങ്ങനത്തെ ഒരു വേദിയിൽ, സിൻസ് മെനി ഓഫ് യു വോണ്ട് ടു സ്റ്റാർട്ട് നൗ, ലെറ്റ് മീ ടെൽ യു ദിസ്. ഞാനൊരു കഴിഞ്ഞ 13 കൊല്ലമായിട്ട് ഈ ഫീൽഡിലുണ്ട്. പഠിപ്പിക്കൽ തുടങ്ങി 2009-ലാണ്. ദിസ് 2022. ഞാൻ ശരിക്കും പറഞ്ഞാൽ ക്ലിയർ ചെയ്യുന്ന ആസ്പിറൻസിൽ 90% ആളുകളിലും കണ്ടുവരുന്നൊരു ട്രേറ്റ് എന്ന് പറഞ്ഞാൽ ദേ ഓൺലി മൈൻഡ് ദെയർ ഓൺ ബിസിനസ്. ആൻഡ് ദ ബിസിനസ് ഇസ് ടു ക്ലിയർ ദി എക്സാമിനേഷൻ. എക്സാമിനേഷൻ ഇസ് ദ ബിസിനസ്. അവിടെ അപ്സും ഉണ്ടാവും, ലോസും ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. നിങ്ങൾ വീഴും, നിങ്ങൾ എണീക്കണം. നിങ്ങൾ എഴുന്നേറ്റില്ലെങ്കിൽ അതുവഴി അങ്ങ് പോകണം. ദ പോയിൻറ്റ് ഇസ് യു ക്യാൻ സ്റ്റാൻഡ് അപ്പ്. ഒരുപക്ഷെ ഫെയിലിയേഴ്സ് വന്നേക്കാം. ഒരുപാട് പേർക്ക് ഫെയിലിയേഴ്സ് ഫേസ് ചെയ്താലേ മുന്നോട്ട് പോകാൻ പറ്റുള്ള. സിവിൽ സർവീസ് ഈ ഒരു ഫീൽഡിൽ ഫെയിലിയേഴ്സ് ഇല്ല. യു മേക്ക് ഇറ്റ് ഓർ യു ഡോണ്ട് മേക്ക് ഇറ്റ്. ഓക്കെ, പറഞ്ഞു വരുന്ന പോയിൻറ്റ്, ഇഫ് യു ആർ കോൺഫിഡൻറ്റ്, ഇഫ് യു ആർ ഫോക്കസ്ഡ്, ആൻഡ് മോർ ഇമ്പോർട്ടൻ്റ്ലി ഇഫ് യു ഹാവ് ദ കപ്പാസിറ്റി ടു സ്റ്റാൻഡ് അപ്പ് ആഫ്റ്റർ യു ഫോൾ, ദിസ് എക്സാം ഇസ് ഫോർ യു. അതല്ല ജീവിതകാലം മൊത്തം ഞാൻ ഫസ്റ്റ് റാങ്ക് മാത്രമേ മേടിച്ചിട്ടുള്ളൂ, ഇവിടെ വന്നിട്ട് ഞാൻ 2 പ്രിലിംസ് പൊട്ടി, എന്നെ കൊണ്ട് ഇനി പറ്റുമോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ചിന്തിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിനെ തരണം ചെയ്യുന്ന ആ ഫീലിങ്ങിനെ തരണം ചെയ്ത് നിങ്ങൾ വീണ്ടും എഴുന്നേറ്റ് നിന്ന് നിങ്ങൾ വർക്ക് ചെയ്താൽ നിങ്ങൾ ക്ലിയർ ചെയ്യും. ഓക്കെ, ആൻഡ് മോർ ഇമ്പോർട്ടൻ്റ്ലി ഐ വിൽ ടേക്ക് യു ബാക്ക് ടു വാട്ട് ഐ വാസ് ടെല്ലിങ് യു. സ്റ്റേ ഫോക്കസ്ഡ്. വേറെ ഒരു കാര്യങ്ങളിലും തലയിടാൻ പോകരുത്. ഓക്കെ, എൻ്റെ സുഹൃത്തിന് ആ പ്രശ്നം വന്നു, എൻ്റെ വീട്ടിൽ അന്ന പ്രശ്നം വന്നു, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കല്യാണമായിരുന്നു സാർ, എന്ത് ചെയ്യും ഞാൻ? പൊക്കോളൂ, കല്യാണത്തിന് പൊക്കോളൂ. പക്ഷേ കല്യാണത്തിന് പോയി അതിൻ്റെ ഭാഗമായിട്ട് 1 മാസം അടിച്ചു പൊളിച്ചിട്ട് തിരിച്ചു വരരുത്. വന്നോളൂ, കുഴപ്പമൊന്നും, നോബഡി ഈസ് ഗോണ സ്റ്റോപ്പ് യു, ബട്ട് ദെൻ യുവർ ഫോക്കസ് വുഡ് ബി ഗോൺ. ഈ കാര്യം ഓർത്ത് വെച്ചോണം. ഇഫ് യു ആർ സീരിയസ് അബൌട്ട് ദിസ് ദെൻ ഇത് ഓർത്ത് വെക്കേണ്ട കാര്യമാണ്. ദാറ്റ് യു ഹാവ് ടു സ്റ്റേ ഫോക്കസ്ഡ്. അത് വിടരുത്. ഓക്കെ, ഇത് ഞാൻ സാധാരണ പറയാത്തതാണ്, പക്ഷേ
കണ്ട് മനസ്സിലാക്കി എനിക്ക് പേഴ്സണലി തോന്നിയൊരു കാര്യം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നു മാത്രം. ബിക്കോസ് യു ആർ അബൌട്ട് ടു സ്റ്റാർട്ട്. ഓക്കെ, yeah, that would be it. That would be an overall idea about the examination and what you should be doing. പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ റാൻഡമായിട്ട് സി ഐ ഹാവൻ കൊറിയോഗ്രാഫ്ഡ് എനിത്തിങ്. എനിക്ക് നിങ്ങളോട് പറയണമെന്ന് തോന്നിയ കാര്യങ്ങൾ ഞാൻ ഒന്ന് പറയുന്നു മാത്രം. തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഒരു പെസിമിസ്റ്റിക് ആറ്റിറ്റ്യൂഡ് വെക്കരുത്. എന്നെ കൊണ്ട് കഴിയുമോ, ഞാൻ ഒരു പാവമാണ്. അതാണ് എന്ത് പാവം? സി വാട്ട് ഡിറ്റർമൈൻസ് ദറ്റ് യു ആർ എ പാവം? ദ ഫാക്ട് ഈസ് എനിവൺ ക്യാൻ ഡു ഇറ്റ്. ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോയിൻ്റാണ്. ക്ലിയർ അബൌട്ട് ദാറ്റ്. ഇപ്പോൾ തുടങ്ങുന്നതിന് മുൻപ് തന്നെ പെസിമിസ്റ്റിക് ആറ്റിറ്റ്യൂഡായിട്ട് വന്നിട്ട് എന്നെ കൊണ്ട് കഴിയുമോ എന്ന് പറഞ്ഞങ്ങ് തുടങ്ങിക്കഴിഞ്ഞാൽ പണിയാണത്. കഴിയുമോ കഴിയൂല പിന്നത്തെ കാര്യം. എന്നും എഴുന്നേറ്റ് എന്നെ കൊണ്ട് പറ്റുമെന്ന് ചിന്തിക്കരുത്. ചിന്തിക്കാം, എന്നെ കൊണ്ട് കഴിയുന്ന കാര്യമാണ്, എനിക്ക് കപ്പാസിറ്റി ഉണ്ടോ. കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ദ കപ്പാസിറ്റി ടു വർക്ക് ഹാർഡ്, നത്തിങ് എൽസ്. ഓക്കെ, ഇപ്പോൾ ഇടക്കിടക്ക് ചിന്തിക്കാം, എന്നും ചിന്തിക്കരുത്. എന്നും നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ദാറ്റ് യു ഹാവ് ടു വർക്ക് ഓൺ യുവർ സെൽഫ്. പല ആളുകളും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ കയറുമെന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നിട്ട് കുറച്ച് വർക്ക് ചെയ്യും. നിങ്ങൾക്ക് അവിടെ കയറണമെങ്കിൽ ഒരു സർട്ടൻ ലെവൽ ഓഫ് പ്രിപ്പറേഷൻ വേണം, സർട്ടൻ ലെവൽ ഓഫ് എന്താ പറയുക കോൺഫിഡൻസ് വേണം. അതിൻ്റെ പുറത്താണ് നിങ്ങൾ വർക്ക് ചെയ്യേണ്ടത്. ഇഫ് യു വർക്ക് ഓൺ യുവർ സെൽഫ്, ഇഫ് യു വർക്ക് ഓൺ വാട്ട് ഹാസ് ടു ബി ഡൺ, കയറി പോവും. ഓക്കെ, അത് 3 Idiots ഒരു ഡയലോഗുണ്ട്, ഹിന്ദിയിലാണ്, മലയാളത്തിൽ പറയാം. വേറെ ഒന്നുമല്ല, അമീർ ഖാൻ പറഞ്ഞ ഡയലോഗാണ്. മൂവി സ്റ്റാർസ് ഒരു കാര്യം പറഞ്ഞാൽ കുറച്ചുകൂടി ഇമ്പാക്റ്റ് ഉണ്ടാവും. പുള്ളി പറഞ്ഞൊരു കാര്യമാണ്, സി ചേസ് എക്സലൻസ്. ഇവിടെ എക്സലൻസ് വേണ്ട. അതിന് ഞാൻ എക്സലൻസ് എന്ന വാക്കിനെ ഞാൻ ഒന്ന് റീപ്ലേസ് ചെയ്യാം. Work on yourself actually. If you work on yourself, if you work on what has to be done, take it from me, results will follow you. There's no doubt about that. Okay, fine. എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്ത് ഇതേപോലെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്ത് എല്ലാവരും കയറുമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ കയറാനുള്ള സാധ്യത അവിടെ ഉണ്ട്, അത് മതി. ഇപ്പം ഞാൻ വന്നിട്ട് എല്ലാവർക്കും ഇവിടെ കയറാൻ പറ്റും എന്നെനിക്ക് പറയാം. പക്ഷേ അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ ചേർക്കണം. എന്താണ്? That you have to work hard, you have to work on yourself and you have to have a sound strategy. ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് വരുമ്പോഴാണ് നിങ്ങളുടെ ഇതേപോലെ വന്നിരിക്കുന്നത്. And people will start taking notice of you, sir, this, that and the other. But it's doable, definitely. Right? Really? So me yaar, come on yaar. Calicut is known for it's known for its amazing food and large-hearted and confident people. So give me a confident yes or a no. Yes. Absolutely, that's good. That's amazing. ഒറ്റ കാര്യമുണ്ട്, സോറി. ഇന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചാൽ ഞങ്ങൾ ക്ലിയർ ചെയ്യും, ഉറപ്പാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ഇങ്ങോട്ടും വരരുത്. ഞാൻ പച്ചയ്ക്ക് പറയാണ്, നിങ്ങൾ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്താൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഞങ്ങളവിടെ ഉണ്ടായിരിക്കും. എന്ത് വില കൊടുത്തും ഞങ്ങൾ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അക്കാഡമിക്കലി ഞങ്ങൾ ഹെൽപ്പ് ചെയ്യും. സാർ ഫീസ് ഇത്തിരി കുറവാണ്, കുഴപ്പമില്ല, വാ, ഇഷ്യൂ ഒന്നുമില്ല. അതായത് എല്ലാവരും ആ മക്കളെ ഫ്രീ ആയിട്ട് പഠിച്ചോ എന്ന് പറയാൻ പറ്റില്ല, ഒബ്വിയസ്ലി. കാരണം അങ്ങനെ പഠിക്കാനുള്ള ഒരു സ്ഥലം ഉണ്ടാവില്ല, എല്ലാം പൂട്ടി പോകും. ബട്ട് ദ പോയിന്റ് ഇസ് വി ആർ ദെയർ ടു സപ്പോർട്ട് യു. ഓക്കെ, ബട്ട് ഓൾസോ പ്ലീസ് ഹാവ് ദിസ് വെരി ക്ലിയർലി ആൻഡ് ഫെയർലി ഇൻ യുവർ മൈൻഡ്. യു ആർ ദ വൺസ് ഹു വുഡ് ക്ലിയർ ദ എക്സാമിനേഷൻ, നോട്ട് അസ്. എവിടെ പോയി പഠിച്ചാൽ ഇഫ് യു പുട്ട് ഇൻ ദ റൈറ്റ് വർക്ക്, ഇഫ് യു ഗെറ്റ് ദ റൈറ്റ് സപ്പോർട്ട് ഫ്രം പീപ്പിൾ ലൈക്ക് അസ്, യു വിൽ ഷോർലി ക്ലിയർ. ഓക്കെ, മിഥ്യാധാരണയിലിരിക്കരുത്. ഉള്ളവരും ഉള്ള പോലെ പറയാണ്, എനിക്ക് വേണം ഫോർച്യൂണിൽ വാ മക്കളെ ഇപ്പം ശരിയാക്കി തരാമെന്നൊക്കെ എനിക്ക് പറയാം. വരുന്നതുകൊണ്ട് കൊള്ളാം, ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും. ഓക്കെ, എന്തൊക്കെ ചെയ്യണോ അതൊക്കെ കഴിയുന്നതാണെങ്കിൽ സപ്പോർട്ട് ചെയ്തിരിക്കും. നിങ്ങളും കൂടെ വർക്ക് ചെയ്താൽ മാത്രമേ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫോക്കസ്ഡ് ആയിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾ ക്ലിയർ ചെയ്യുള്ളൂ. അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾസാണ് ഇവരെല്ലാം തന്നെ. ഓക്കെ, പിന്നെ ഡൗട്ട്സ് വരും, ആ ഡൗട്ട്സൊക്കെ നിങ്ങൾ തരണം ചെയ്യണം. അങ്ങനെ ഡൗട്ട്സ്, സെൽഫ് ഡൗട്ടും കാര്യങ്ങളൊക്കെ തരണം ചെയ്ത് വന്നവരാണ് ശരിക്കും ലിസ്റ്റിൽ വരുന്നത്. ഓക്കെ, തലകുത്തിയിരുന്ന് പുള്ളി ഒരു കൊല്ലം ഇരുന്ന് പഠിച്ചു കാണും, അല്ല 2 കൊല്ലം ഇരുന്ന് പഠിച്ചു കാണും, ഒരു പരീക്ഷ എഴുതി ക്ലിയർ ചെയ്ത് വലിയ ആളായിപ്പോയി. സി, പരീക്ഷ എഴുതി ക്ലിയർ ചെയ്യോ ഇല്ലയോ എന്നുള്ള ആരും ഡിഫറെൻ്റ് ആണ്. ബട്ട് ദ പോയിന്റ് ഇസ് അതിനുവേണ്ടി കുത്തിയിരിക്കണം ഓൺ എ ഡെയിലി ബേസിസ്, വിച്ച് ഇസ് നോട്ട് എൻ ഈസി ജോബ്, ബട്ട് ഇറ്റ്സ് ഡൂവബിൾ. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ദാറ്റ് ഐ വോണ്ട് ടു ടെൽ യു. ബാക്കി അഖിൽ പറയട്ടെ, വാട്ട് ഈസ് ഹിസ് ജേർണി, what is his experience with us, everything he can speak. I hope that's fine. Thank you so much. Thank you. Yeah.